എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതാണ് ഗൈസ്, നോക്കൂ, ഫൈനലി ഇന്നത്തെ നമ്മുടെ പരിപാടി, നമ്മുടെ ഈ കാണുന്ന ചെറുക്കനെ നമ്മളങ്ങനെ ഇന്ന് പണിയാൻ വേണ്ടി കൊടുക്കുകയാണ്. ഒരു 6-7-8-9 ഒരു വർഷമായി ഞങ്ങൾ ഇത് പ്ലാൻ ചെയ്ത് ഇന്ന വരെ നടന്നില്ല. ആദ്യം ഇത് ചെയ്യേണ്ടത് എന്നാന്ന് ചോദിച്ചാൽ ഇതിന്റെ ഡൈനാമോ കംപ്ലൈന്റ് ആണ്. അതായത് വണ്ടി ഓടിക്കഴിഞ്ഞിട്ടുണ്ട് ബാറ്റിലോട്ട് ചാർജ് കയറുന്നില്ല. ആ കാര്യമാണ് ആദ്യം ശരിയാക്കി എടുക്കേണ്ടത്. അതെ, മൈക്ക് ശരി ഗൈസ് നോക്കൂ. അതായത് അപ്പം നമ്മുടെ ഈ സ്റ്റാർട്ടർ ഉണ്ട്, ഈ സ്റ്റാർട്ടർ കംപ്ലൈൻ്റ് ആയി. ഇതെന്താ ചാർജ് കയറുന്നില്ല, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ ചില സമയത്ത് അടിയൊന്നുമില്ല. ഇത് നമുക്ക് ഒരു യാത്രികൻ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു കുറേ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ഒരാളെന്ന നിലയിൽ നിങ്ങളിത് വാങ്ങിക്കണം. ഇതിന് ഏതാണ്ട് നല്ല പൈസയുണ്ട്, 10-20,000 രൂപ വില ഉണ്ടായിരുന്നു. ഇത് ഹമ്മറിൻ്റെ ഒറിജിനൽ സാധനം. ഇതിപ്പോൾ ഞാനിപ്പോൾ വേറെ ഒരെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് ഹീറോയുടെയാണ്. അപ്പോൾ അതിൻ്റെ അത് എയറും പിന്നെ ജമ്പിങ്ങും അങ്ങനെ എല്ലാം ഉള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ സാധനം നിങ്ങൾ ഇൻ്റർനാഷണൽ യാത്രയിൽ ഉപയോഗിക്കാൻ നേരത്ത് 10,000 mAh താഴെ ആയിരിക്കണം, അല്ലെങ്കിൽ 10,000 mAh വരെ, അല്ലെങ്കിൽ നിങ്ങൾ എയർപോർട്ടിൽ തടഞ്ഞു വെക്കുന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇങ്ങനെ ഞങ്ങളിത് ഓമിന് നന്നാക്കണം എന്ന് പറയുമ്പോൾ ലിബിൻ എന്ന് പറഞ്ഞു രണ്ടും കൽപ്പിച്ചും കൊടുത്തേക്കാന്ന് പറഞ്ഞു. അപ്പം നമ്മൾ കൊടുക്കലല്ല പറഞ്ഞേ, അതായത് വർക്ക്ഷോപ്പിൽ കൊടുത്ത് വണ്ടി റെഡിയാക്കാന്നാണ് ഉദ്ദേശിച്ചത്. അതായത് ഇത് കണ്ടോ, ഈ ടോപ്പ്, ഈ സംഭവം ഇതെല്ലാം കട്ട് ചെയ്ത് സ്റ്റാൻഡേർഡ് ഓമിന് പോലെ ആക്കി എടുക്കാം കേട്ടോ. അതാണ് നല്ലത്. ഇതിൻ്റെ ഉള്ളിലെ സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ ശരിയാവുണ്ട് ഗൈസ്. അങ്ങനെ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച പോലെ അങ്ങനെ അഡോബിൻ്റെ പ്രീമിയർ പ്രോ അങ്ങനെ ഫോണിൽ വന്നു. ഇതുവരെ ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല. അല്ല, ക്യാപ്കട്ടിനെ അപേക്ഷിച്ച് പൈസയും കാര്യങ്ങളൊക്കെ അല്ല ക്യാപ്കട്ടിനെ അപേക്ഷിച്ച് പൈസ കുറവാണ്. പക്ഷേ എനിക്ക് ഒരു പിടിയും കിട്ടിയില്ല ആ സാധനം. ഞാനും കുറേ കുത്തി നോക്കി, പക്ഷെ ഒന്നും നടന്നില്ല. ലിവിൻ VN ആണ്, ഞാൻ FCP ആയിരുന്നു. ഇപ്പോൾ FCP എന്ന് വെച്ചാലുള്ള വിഷയം വെച്ചാൽ ഈ നമ്മളെടുക്കുന്ന ഫോട്ടോസൊക്കെ ഈ ലാപ്ടോപ്പിലേക്ക് കോപ്പി ചെയ്ത്, പ്രത്യേകിച്ച് ഈ സിനിമാറ്റിക് ഷോട്ടൊക്കെ ആണെങ്കിൽ കോപ്പി ചെയ്ത് നല്ല സമയം എടുക്കും. അതുകൊണ്ട് ആ പരിപാടി നിർത്തി നമ്മൾ ഫോണിലാണ് എഡിറ്റ് ചെയ്യുന്നത്. അപ്പം ഞാൻ പറയട്ടെ, ഏറ്റവും കൂടുതൽ ബേസിക് ആയിട്ട് ഒന്ന് കട്ട് ചെയ്യാനും ആകാനും എല്ലാം പഠിക്കാൻ പറ്റുന്നത് VN ആണ് തുടക്കക്കാർക്ക്. VN പഠിച്ചു കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതിട്ട് കയറുമ്പോൾ ഏറ്റവും നല്ല സാധനം ആദ്യം കൈൻ മാസ്റ്റർ ആയിരുന്നു. കൈൻ മാസ്റ്റർ കഴിഞ്ഞാൽ ഏറ്റവും സൂപ്പർ സാധനം ഐഫോൺ ഉള്ളവർക്ക് iMovie ആണ്. iMovie കഴിഞ്ഞിട്ട് ബാക്കി പരിപാടികളുള്ളൂ. എന്നെ പോലുള്ള ആൾക്കാർക്ക് VN നിന്നെ പോലുള്ള ആളുകൾക്ക് ഏറ്റവും നല്ല അടി. നിങ്ങളൊന്നും മനസ്സിലാക്കണം, ഈ മരക്കോന്തന് സ്വന്തമായിട്ട് ലൈസൻസ് ഉണ്ട്, നിർബന്ധിച്ചാണ് വണ്ടി ഓടിപ്പിക്കുന്നത്. എന്നാലും വണ്ടി എടുക്കൂല. ഈ പ്രാവശ്യം യൂറോപ്പിൽ പോകാൻ നേരത്തെ ഇവൻ്റെ ട്രൗസർ ഞാൻ കയറും. കാരണം ഞാൻ പല സമയത്തും വണ്ടി എടുക്കൂല. ഇവനെ കൊണ്ട് വണ്ടി എടുപ്പിച്ച് ഞാനിത് പഠിപ്പിക്കും. കാരണം വെച്ചാൽ സാധാരണ ആൾക്ക് എന്നെ ഇങ്ങോട്ട് വന്ന് എന്നാ മോനെ സപ്പോർട്ട് ചെയ്യാൻ വന്നാ പോ. അതായത് സാധാരണ ഒരു മനുഷ്യന് വണ്ടി ഓടിക്കാൻ വേണ്ടി ഭ്രാന്ത. ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വണ്ടി ഓടിക്കണം, കുറേ കിലോമീറ്റർ ഓടിക്കണം. അങ്ങനെ ഇവന് നേരെ തലതിരിച്ചാ. എന്നാ കാണിക്കുന്നത്? ഇത് ഓട്ടോറിക്ഷ അല്ല, കിക്കർ വലിക്കാൻ ആയില്ല. അടിക്കുന്നതിന് മുമ്പ് കുറച്ച് പരിപാടിയുണ്ട്. അതായത് ഇതുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ആദ്യം നോക്കണം. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കംപ്ലൈൻ്റ് ആണ്. മമ്മി അങ്ങോട്ട് ചാടി ഓടി വന്ന് നോക്കുമോ പറയാൻ വേണ്ടി. മാറിയോ ഷുഗർ? ഇതൊക്കെ മാറിയോ ഗൈസ്? അതായത് മമ്മിക്ക് യാത്ര ചെയ്ത് പണി കിട്ടി കേട്ടോ. മമ്മിക്ക് ഷുഗർ കൂടി, പിന്നെ അതുപോലെ എല്ലാവർക്കും പപ്പയ്ക്കും കൂടി എല്ലാവർക്കും പ്രശ്നമായി. അപ്പോൾ യാത്രയൊന്നും ഇവർക്ക് പറ്റത്തില്ല എന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. എടാ ഇതാവും തോന്നുന്നില്ലടാ, ഇതാ വലുതിന് അടിച്ചടിച്ചത് വലുതായിപ്പോയി. ഞാൻ നീ അടി അടി അടി. അയ്യോ അടി. അയ്യോ, ഞാൻ സ്റ്റാർട്ടായി നടത്ത് ഊരി. ഗൈസ്, ഇതാണ് ഓമിനിയുടെ പ്രത്യേകത. ഒറ്റ അടി സ്റ്റാർട്ടാവും, രണ്ടാമതൊരു അടിയില്ല. നീ ന്യൂട്രലാണ് ഇട്ടാക്കുന്നത്. ഈ വണ്ടി എല്ലാം നീ ഇട്ടതാ ഇന്നലെ ന്യൂട്രല്. മാങ്ങാത്തൊരു ഫസ്റ്റ് അന്നാലും ഫ്രണ്ടോട്ട് പോലും ഞാൻ ബ്രേക്ക് ചവിട്ടിയിട്ടുണ്ട്. ബ്രേക്ക് ചവിട്ടിട്ട് കാര്യമില്ല, ക്ലച്ച് ചവിട്ടണം. അത് അങ്ങനെ ഒരുത്ത്. ലിവിനെ ഞാൻ പറയുന്നല്ലോ എടുക്കാറുള്ളേ. ആയില്ലേ? എണ്ണയില്ല, പെട്രോൾ എടുത്തോ. എണ്ണയുടെ അല്ല, എണ്ണ ഒട്ടും ഇല്ല. അതായത് കീ ഓൺ ആയില്ല മനസ്സിലാവുള്ളൂ. അടി അടി അടി. കൊടുക്കണ എഞ്ചിന് ലൈറ്റ് കത്തുവാണല്ലോ. എഞ്ചിൻ ലൈറ്റ് കത്തുക. എണ്ണയില്ല ഈ വണ്ടിക്ക്. താക്കോലിരിക്കോ ഗൈസ്, വണ്ടിക്ക് എണ്ണയില്ല. അമ്മ ഇത് പിടിച്ചാമേ, ഇച്ചിരി പെട്രോൾ തരുമോ? അല്ല, ഡീസൽ. അതിനാ ഇവിടെ എടുത്ത് വെച്ചില്ല. ഇതിന്റെ ഇങ്ങോട്ട് നോക്കിയാൽ നിങ്ങൾ എലി കറണ്ട് ഇത് ഫുള്ള് എലി കറണ്ട് നശിപ്പിച്ചാട്ടോ. വാങ്ങണം. ഇത് നോക്കിയേ, അതായത് 2 സീറ്റ് വാങ്ങിക്കണം. 2 സീറ്റ് ഇത് 5 സീറ്റ് വണ്ടി കേട്ടോ. 5 സീറ്റ് വണ്ടിയാ. ബേക്കിൽ സീറ്റ് വാങ്ങിക്കണം, ഡോർ പാഡ് വാങ്ങിക്കണം, അങ്ങനെ കുറേ പരിപാടി. ടയർ പുത്തൻ. ഇത് നോക്കിയോ,
നിങ്ങൾ നോക്കിയോ, കരിമ്പച്ച. ആകെ വളരെ കുറച്ചോടിയ കരിമ്പച്ച സാധനം കേട്ടോ. അതായത് ഇതേപോലെ ഒരു ടയർ ഇനി നിങ്ങൾക്ക് കാണാൻ പറ്റൂല ഗൈസ്. അതായത് ഇത് നമ്മുടെ ഇത് 2 അടി അടിക്കാം. ഇതൊന്നും വേണം തിരിച്ചു നോക്കിയോ, അപ്പുറത്തെ സൈഡല്ലേടാ, അപ്പുറത്തെ സൈഡ് ഞാൻ ഒന്ന് തിരിച്ചു നോക്കട്ടെ. അത് വെച്ചപ്പോൾ തന്നെ ഇത് നമ്മുടെ ടയോട്ടയുടെയും ഇത് നമ്മുടെ ഇതിൻ്റെ കേട്ടോ. അതായത് MIയുടെ ഇതിന് 5000 രൂപ കൊടുത്ത് ജോർജിയിൽ നിന്ന് മേടിച്ചാൽ. ഞാൻ കഴിഞ്ഞ ദിവസം നോക്കുന്നത് ഹീറോ ഹോണ്ടയുടെ സാധനത്തിന് 1800 ഉള്ളൂ. ഇതിലും കിടിലൻ സാധനത്തിന് ഒരൊറ്റ ടയർ മാത്രമേ ഇത് ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ ആരെങ്കിലും ഈ സാധനം മേടിക്കാൻ ആഗ്രഹിക്കുന്ന ജീവിതത്തിൽ മേടിച്ചാൽ. അതായത് MIയുടെ സാധനങ്ങൾ നിങ്ങൾ പരമാവധി ഒഴിവാക്കി ഹീറോ ഹോണ്ടയുടെ ഒക്കെ കുറിച്ച് കമ്പനി സാധനം കേടിക്കാറുണ്ട്. ആ സാധനങ്ങൾ ഒഴിവാക്കുക. MIയുടെ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും 10 പൈസ കൊള്ളത്തില്ല. ഒഴിവാക്കുക. അല്ല അത് ഇതിലടിക്കാൻ പറ്റുമോ നോക്കട്ടെ. മഴ പെയ്യാൻ തുടങ്ങി. ഈ ചോർപ്പ് വെച്ച് നടക്കൂല, അതുകൊണ്ട് ഈ ചോർപ്പ് നമ്മൾ മാറ്റുന്നു. തിരിച്ചു എൻ്റെ കളയല്ലേ? അല്ല എടുക്കണം. എന്തായാലും വണ്ടി പോകുമ്പോൾ ഞാൻ വെറുതെ വരുന്ന വണ്ടി പോകുമ്പോഴേ എന്തായാലും നീ അങ്ങനെ പിടിക്കണ്ട. ഇത്രേ ഉള്ളൂ പരിപാടി. ചോർപ്പ് റെഡി. ഇനിയും ഈ സാധനം കണ്ടോ, ഇച്ചിരി പെട്രോൾ ഒഴിച്ചോ. എന്നാൽ നീ പിടിക്കും, ഞാൻ ഒഴിക്കാം. നിൻ്റെ കൈക്ക് വയ്യാത്തല്ലേ. ഒരു 1/2 ലിറ്റർ അല്ലെ 1 ലിറ്റർ ഒഴിച്ചാൽ മതി കേട്ടോ. കാരണം ഇനി ഇതിപ്പം ഒരു 1.5 മാസത്തേക്ക് അവിടെ നിദ്രയിലേക്ക് പോകുന്ന അതിങ്ങനെ പിടിക്കണോടാ. പിടിച്ചോണേ. 1 ലിറ്ററെങ്കിലും വേണം. എത്തണേ മതിയായിരിക്കൂലേ? ഒന്നൊന്നും ആയിട്ടില്ല. എവിടെ അതിച്ചിട്ടല്ലേ ഗൈസ്. ഇതേ ട്രൗസർ അട ഇതാവൂലല്ലോ, ഇത് വിണ്ടിരിക്കുവാടാ. ഇവിടെ ടയർ പോയതാ? ടയറേ ഗ്യാപ്പായിരിക്കുക. ഇത് ചിലപ്പോൾ വരുമെന്ന് ഇങ്ങോട്ട്. നീ അടിച്ചോ? രക്ഷപ്പെട്ട് ട്യൂബ്ലെസ്സിന് എങ്ങനെയാപ്പാ പോകുന്നത്? അത് ഇത്ര നാൾ നമ്മളൊരു സാധനം വെറുതെ വെച്ചാൽ എന്തിൻ്റെ ആണെങ്കിലും ചാർജ് പോകും. അല്ല എയർ ഇറങ്ങി പോകും. അത് വർക്ക് ആവുന്നില്ല. അതും പോയാ അതിനെ പറ്റിയേ ഇത്ര സൗണ്ട് ഞാൻ കേട്ടാണല്ലോ. വർക്കാവുന്നില്ല. പുറത്ത് വെച്ച് നോക്കിയാൽ ആദ്യം. നീയല്ലേ എൻ്റെ അഭിരാമി, നീ കളിയാക്കരുത് കേട്ടോ. ഇതിനെ ഇതല്ല 22 നീയല്ലേ പറഞ്ഞു 2 ചാർജ് ആക്കാന്ന്. അതും പോയാ. വീണ്ടും പോയി. പോയില്ലേ? കുത്തി അടിച്ച്. നമുക്ക് ബാറാണോ PS ആണോ ഡെലിവിന്? ആദ്യം ബാർ ഇട്, അതിലെ PS ഇടാം. നോക്കട്ടെ. ബാറാ. കാറിട്. കാറിൻ്റെ ഫോട്ടോ. PS 30 4% പോലും ഇല്ല. 4 പോലും ഇല്ല. പ്രതീക്ഷയൊന്നുമില്ല കേട്ടോ. ചിലപ്പോൾ ആവും ജീവനെ. ഇപ്പൊ എത്ര കാണിക്കുന്ന 4? 4 രക്ഷോട്ട് കിട്ടും. ഗൈസ് ഇപ്പൊ 7 ആയി. അപ്പൊ കേറുന്നുണ്ടെന്ന് അർത്ഥം. 7 ആയിട്ടോ. അതായത് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇത് എന്ന് ഓടി വന്ന് നിന്ന വണ്ടിയാണെന്നറിയോ. അതായത് ചൈനയ്ക്ക് പോയ താത്തോപ്പാനിക്ക് പോയിട്ട് ഓടി വന്ന് നിന്ന വണ്ടിയാ. 3 വർഷം. കഴിഞ്ഞ ഞാൻ അഭിരാമി എടുത്ത് പഠിച്ചായിരുന്നു. എത്ര? അല്ല 3.5 വർഷമൊന്നും ഇല്ല. അതായത് ഈ നമ്മുടെ ഈ ഓമിനി ഏതാണ്ട് 2021-22 താത്തോപ്പാനി, അതായത് നേപ്പാൾ കഴിഞ്ഞ് ചൈനീസ് ബോർഡർ. അന്നാണ് നമ്മൾ പറഞ്ഞ ആദ്യമായിട്ട് അവിടുന്ന് നേരെ ചൈന വരെ നമ്മൾ പോകുമെന്ന് പറഞ്ഞത്. കൈസ് എന്ത് കാര്യം ഞങ്ങൾ പറഞ്ഞാൽ നടക്കും, നടത്തിയിരിക്കും. ഞങ്ങൾ എന്തെങ്കിലും ആഗ്രഹിച്ചെങ്കിൽ അത് ഞങ്ങൾ ചെയ്തിരിക്കും. ഏതാണ്ട് 3 വർഷം കഴിഞ്ഞ് റെസ്റ്റ് ചെയ്യുന്ന വണ്ടിയാട്ടോ നമ്മുടെ വണ്ടി. ഇത് കണ്ടോ, മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ മഴ പോയി കഴിഞ്ഞാലേ ഇനി നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. എത്രേ? 32 അതിന്റെ ഇത്. അപ്പൊ എയർ തന്നെ എയർ അല്ല, മറ്റേ സാധനം ഇല്ലേ എയർ കയറുന്നിടത്തുള്ള സംഭവം, അതിന്റെ പറ്റിപ്പോയതാ. ഇത് ടാർപ്പ. ഈ ടാർപ്പ ബസ്സിന് വേണ്ടി മേടിച്ചു. പക്ഷെ അത് ഇടില്ല കേട്ടോ. അത് ഇട്ട് കഴിഞ്ഞാൽ ഉള്ളതിൽ കൂടുതൽ കുളമാവത്തേ ഉള്ളൂ. അതുകൊണ്ട് അത് ചെയ്യാതിരിക്കുന്നത്. ഇത് നമ്മൾ അതെ. അന്നപ്പോ ഇന്ന് കണ്ടില്ലേ? അപ്പൊ ഇന്ന് കഴിയിക്കാം. പ്രശ്നം കഴിഞ്ഞു ഗൈസ്. അതായത് ഇത് മൊത്തം ഞങ്ങളുടെ സോളാറിന് സംഭവമാണ്. ഈ സോളാർ വെച്ചാൽ പിന്നെ 25,000 രൂപയാണ് 2 മാസം കൂടുമ്പോൾ ഞങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റിയത്. അതായത് വെറും 200 സംതിങ് ഉള്ളൂ നമ്മുടെ കറണ്ട് ബില്ല്. 250-350. അത് നല്ല മഴ വന്നപ്പം ഒരു 2 വട്ടം മാത്രം 2500 വന്നു. അത് എന്നറിയോ, ഇവിടെ കണക്ഷൻ എന്തോ പ്രശ്നമുണ്ട് 3 പീസിന്. അത് നമ്മൾ ശ്രദ്ധിച്ചില്ലായിരുന്നു. അത് പിന്നെ കണക്ഷൻ ശരിയായി കഴിഞ്ഞപ്പോൾ അത് മാറി. എണ്ണ ഒഴിച്ചു, ഓരോ കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്തു. ഇനിയിപ്പം നമ്മൾ അല്ലല്ലോ ഇവനെ പുറത്തു പോകുമ്പോഴേ നമുക്ക് 2 ഹാൻഡ് ബാഗ് ആയിട്ട് പോകാട്ടാ. അപ്പം അങ്ങനെയെങ്കിൽ ഈ 2 കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. മനസ്സിലായാ? ഒരാൾക്കാ 10,000 mAh. നോക്കിയേ. ഇല്ല, ഒന്നും വന്നിട്ടില്ല. വന്നു. അടി ഇല്ല, വന്നിട്ടില്ല. അടിച്ചോ. എന്നാ ചെയ്യണ്ടേന്ന് പോലും അറിയത്തില്ല പൊണ്ടയ്ക്ക്. അയ്യോ, നീ എന്നാ കാണിച്ചു കിടക്കൂ. ഞാനല്ല, തന്നെ അടിച്ചാ.
എന്നാ ചെയ്യണ്ടേന്ന് പോലും. മതി മതി, കാല് കൊടുത്താൽ മതി. ഇപ്പൊ ഓഫ് ആകരുത്. ഇല്ലില്ല, വിളിച്ചോ. ഓഫ് ആവില്ല, അങ്ങനെ ഒന്നും ഓഫ് ആവില്ലപ്പാ, അങ്ങനെ ഒന്നും ഓഫ് ആവില്ലെന്നേ. കത്തിയായിരുന്നു. വേറെ കാര്യമുണ്ടേ, 3 കൊല്ലത്തിന് വേറെ കാര്യമുണ്ടേ, ഞാൻ മറ്റുള്ളവരല്ലേ, എനിക്ക് ലൈസൻസ് എല്ലാം ഉണ്ട്, പക്ഷെ ഓടിക്കത്തില്ലേ. അതാണ് എന്റെ പ്രത്യേകത. നമ്പർ 1 പുണ്ട. അതല്ലേ പറയുന്നത്. നമ്മള് 3-3.5 അല്ല 5 കൊല്ലമായിരുന്നു. 5 കൊല്ലത്തില് ഇത് 5 കൊല്ലമായത്. നീയേ ഞാൻ ഇത് പ്രശ്നം തീർക്കട്ടെ. ഈ സാധനം ഫേസ് ലിസ്റ്റ് ആദ്യം ചെയ്ത ഓമിനി ഇതാ. ഇത് ഫേസ് ലിഫ്റ്റ് ചെയ്ത ഓമിനി. ഇത് 2011. ഇതിന്റെ ഫ്രണ്ട് നിങ്ങൾക്ക് 2001 2000 മുകളിൽ ഓർക്കുന്ന ഇതുണ്ടോ, ഫ്രണ്ട് ഫേസ് ലിഫ്റ്റ് ചെയ്ത വണ്ടിയാ. അതായത് ഇന്നൊക്കെ ഇത് കോമൺ, അന്നൊക്കെ പറഞ്ഞത് റയർ സാധനം. ഇറങ്ങ ബാ മാറ. ഇവരെല്ലാം കൂടെ എന്നോട് പറഞ്ഞേക്കുവാണ് ഗൈസ്. ഞാൻ പറഞ്ഞു, അതായത് ഈ വണ്ടി നിങ്ങൾ ഇവിടുന്ന് ഇങ്ങനെ നോക്കിയോ, ഇവിടുന്ന് ഇങ്ങനെ എടുത്തിട്ട് ഞാൻ ഇത് കണ്ടോ, ഈ കാണുന്ന ഇതിലെ ഞാനിങ്ങനെ ഇറക്കുമെന്ന് പറഞ്ഞു. ഇവരാരും സമ്മതിക്കുന്നില്ല, പക്ഷേ ഞാനിപ്പോൾ ഇറക്കി കാണിക്കും. അപ്പോഴാണ് ഇവരുടെ എല്ലാം ബോധം പോവും. ഏത് ഞാൻ ഈ ബസ് അങ്ങോട്ട് പെയിന്റ് അടിക്കേണ്ടി വരും, അല്ല ബസ് പെയിന്റ് അടിക്കേണ്ടി വരും. ഇത് ഇറക്കുന്നതിന് മുമ്പ് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാന്നുള്ളത്. എടാ ഈ ബസ്സൊക്കെ ഒറ്റ ആയിരിക്കും സ്റ്റാർട്ടാട്ടോ. അതാ പക്ക ബാൽക്കറി ഇരിക്കുന്നത് അതിനകത്ത്. പുതിയ സാധനമാ. എടുക്കെടുക്ക്. ഗൈസ് നോക്കൂ, ഫൈനലി വണ്ടി ഇറക്കാൻ പോവാട്ടോ. മതി മതി മതി, അല്ല ഇതിന്റെ തട്ടും തെന്നും. മതിയാവനെ തെന്നും. ഇവിടുന്ന് കട്ട് ചെയ്യാൻ പറ്റൂല. അവിടെ കൊണ്ടുപോയിട്ട് മാറ്റി വീണ്ടും. ഇവിടെ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് മുമ്പോട്ട് ഇടണല്ലേ. ബസ് സ്റ്റാർട്ട് ചെയ്ത് മാറ്റി. അമ്മ വേമ്പ അമ്മ എന്തായാലും അമ്മ ഇവിടെ വരെ വന്നല്ലേ. എന്തായാലും എന്റെ അഭിപ്രായത്തില് അല്ല, ഇത് ക്ലച്ച് കഴിഞ്ഞ ക്ലച്ചോ ഇനി എന്തായാലും ഉണ്ടോന്ന് ആദ്യം നോക്കണം, എന്നിട്ട് വേണം ബാക്കിയുള്ള പരിപാടി. ബാ ഇത് ഇതിന്റെ ഓരോ സാധനങ്ങൾ ഇറക്കും. എനിക്ക് പറ്റുന്ന സാധനം ഞാൻ എടുത്തേട്ടാ. ഇത് എടുക്കാൻ. ഇത് ഏതോ വണ്ടിയുടെ ഷീൽഡാ, അണ്ടർ ബോഡി ഷീൽഡ്. ഇതിനകത്ത് 2 കൈയുള്ള അഭിരാമി ഒക്കെ ഈ ടാർപ്പ ഇത് എടുത്ത് മാറ്റണേ. ഇത് പിടിച്ചോ. അത് ആവശ്യമുള്ള സാധനം, വെള്ളത്തിയിടില്ല. ആ ജനറേറ്റർ സാധനം. ജനറേറ്റർ എവിടെ വെക്കുക? ഇത് ആരാ നിന്റെ മേളിൽ കയറ്റി? നീ ഉള്ളി കയറി. അവിടുന്ന് അല്ല എടി, ഇവിടെ വെയിറ്റ് വരിക. ഞാൻ ഒറ്റയ്ക്ക് എടുത്ത് വെച്ചാ. പിടിച്ചോ, നല്ല വെയിറ്റ് ഉണ്ടോ കേട്ടോ. ഇവിടെ ഇങ്ങനെ പിടി. ആ പിടി. പിന്നെ കാല് ഞാനിവിടെ പിടിച്ചു. ഇവിടെ ലോഡ് വന്നു. പിടിച്ചോണേ. കാലടി കാല് നോക്കണ. കാല് പിന്നെ കാല് ഇട്ടാ പോയി അങ്ങനെ വെച്ചോ. ഓ നീ ഇട്ടു. ഇറങ്ങ. അവിടെയാ കേട്ടോ വെയിറ്റ്. അവിടെയാണ് എഞ്ചിൻ. അല്ലല്ലോ ഇപ്പഴുള്ള എഞ്ചിൻ. ഇവിടെയാണോ എഞ്ചിൻ? അല്ല, ഇവിടെ എഞ്ചിൻ. ഒരു പണി ഇങ്ങനെ പിടിച്ചോ, അങ്ങോട്ട് മാറ്റി വെക്കാം, എന്നിട്ട് ഇങ്ങോട്ട് കയറ്റി വെക്കാം. അതെ പോട്ടെ. പോട്ടെ. കാല് നോക്കണ. പിടി. പൊങ്ങില്ല. അവിടെ പിടി. പിടിച്ചോ. പൊങ്ങട്ടെ. ഇതിന് സ്റ്റാർട്ടർ ഒക്കെ ഉണ്ടല്ലേ? അതല്ല സ്റ്റാർട്ടർ ഇരിക്കുന്നേ. പോട്ടെ. കാല് നോക്കണേ. അവിടെ വെച്ചാ മതി, പിന്നെ എടുക്കണ്ടല്ലേ. അതൊക്കെ ഇനിയാണ് ഏറ്റവും വലിയ ടാസ്ക്. മമ്മി ഈ 3 സാധനം കൊണ്ടുവച്ചിട്ട് വന്നേ അമ്മ. ഇത് അവരാമി നീ പോയിട്ട് ഇത് കുത്തിയും വെച്ചേ, വണ്ടി കൊണ്ട് പോരെ. ഇത് എടുത്തുകൊണ്ട് വെക്ക്. ഇതിപ്പോ തൽക്കാലം ഈ ബേക്കിൽ റൂമിൽ വെക്ക്. നിങ്ങൾ എന്നോട് എന്നാ പറഞ്ഞ വണ്ടിയിൽ എടുക്കാൻ പറ്റില്ല എന്ന്. അണ്ണൻ എങ്ങനെയാ ബേക്കും ഫ്രണ്ട് എടുത്തിട്ട് എടുക്കുന്നത് കണ്ടോ. ഈ പൈപ്പ് കൊണ്ടുവച്ചവരാണ്. ഈ തൂണിന് വീടിന് നമുക്ക് ഇൻഷുറൻസ് ഇല്ല.
ആലോചിച്ചിട്ട് എടുത്താൽ മതി. ഈ ഒരു ചെടിയൊക്കെ വെട്ടിയ എല്ലാം ബേക്ക് പോകൂലല്ലേ? ബേക്ക് പോവില്ല. നോക്കിയേ. ഇല്ല, നീ അങ്ങ് എടുത്തോ. ഒന്നും പൊട്ടണമൊന്നുമില്ല. എടുത്തോ എടുത്തോ. അല്ല നീങ്ങാട്ടെ. നമുക്കൊരു കേസ് അങ്ങ് ചെയ്താലോ? എങ്ങനെ എടുക്കും? ഒരാവേശത്തിന് എവനെ എടുക്കല്ല എടുക്കല്ല എടുക്കല്ല. ഇനി എടുത്തേ. വാ വാ. പോരട്ടെ പോരട്ടെ. സൈഡ് നോക്കണേ. മുണ്ട നോക്കണേ. പോട്ടെ പോട്ടെ. അപ്പുറത്തെ മൂല എനിക്ക് കാണത്തില്ലേ? അപ്പുറത്തെ മൂല നോക്കണ്ടേ? ഈ മൂല നോക്ക്. പോരട്ടെ. പൈപ്പിനടിച്ച എല്ലാം പോകും കേട്ടോ. അപ്പുറം നോക്കണ. അപ്പുറോ? നീ ഇവിടെ നോക്കണേ. ബേക്ക് ആര് പറഞ്ഞു തരും? മതി. ബേക്ക് കുറച്ച് സാധനമുണ്ട്. പോരട്ടെ. എടുത്തോ. തിരിച്ചെടുത്തോ. മതി. ഫ്രണ്ട് പിടിച്ചു. വണ്ടിയുടെ ഫ്രണ്ട് പോലെടി. വേറൊന്നുമല്ല. പോട്ടെ. പോട്ടെ. എനിക്ക് തള്ളിത്തരാ. സൈഡ് നോക്കാം രാമി. പോട്ടെ. മതി. തിരിച്ചടി. കേറ്റാൻ സിമ്പിളാകുമ്പോ ഇറക്കാനാണ് പാട്. കുറെ സാധനങ്ങളുണ്ട്. മതി. ഇവിടെ തട്ടും. നീ എന്നാ അഭിരാമി പറയുന്നത്? ഇവിടെ തട്ടും. ബാക്ക് എടുക്ക്. വാ. നല്ല എടുക്കണേ. മതി. അനക്കി എടുക്കരുത്. പാടാട്ടാ. ഇത്രയും നാൾ ഇവിടെ നിർത്തി. പോട്ടെ. കിട്ടി. എക്സ്പീരിയൻസ് ഇസ് ദ ക്ലീനർ. പോട്ടെ. അങ്ങനെ എടുക്കല്ല. ഇവിടെ തട്ടും. റിവേഴ്സ് എടുത്ത് നേരെ ആക്കി വണ്ടി. ഈ സാധനം വെട്ടിക്കളഞ്ഞ ഓക്കെ ആയാലും മൂടോടുകൂടി. മതി. പോട്ടെ. മതി. ഇത് തട്ടും. എടി ആ മൂല നോക്കട്ടെ അഭിരാമി. ആ മൂല നോക്കട്ടെ. വരട്ടെ. ഈ മൂല നോക്കിയാ. വരട്ടെ. ഓ ഗൈസ്, ഫൈനലി അങ്ങനെ നമ്മുടെ വണ്ടി നേരെ ഇവിടെ കയറ്റി. ഇനി മറ്റേ വണ്ടി ഇച്ചിരി ഫ്രണ്ടിലോട്ട് വെക്കുവാണ്. ബസ് അങ്ങനെ കാര്യമില്ല. നീ ഇങ്ങോട്ട് വെക്ക്. അതിനല്ല, ഇതിന് ബ്രേക്കില്ല. എഞ്ചിൻ തുറന്നു നോക്കണം. അതിനാ ബ്രേക്കില്ല. ഇപ്പം ബാക്ക് ഡോർ തുറന്നേ. എഞ്ചിൻ തുറന്നു നോക്കിയിട്ട് കാര്യമുണ്ടോ? അവിടെയല്ലേ ഫ്ലൂഡ് ഇരിക്കുന്നത്. ഫ്ലൂഡ് ഉണ്ടോ ഇല്ലെന്ന് നോക്കണം ആദ്യം. ഫ്ലൂഡാ? അവരമ്മ അമ്മ ടാർപ്പ് എടുക്കും മമ്മി. അവിടെയാണ് ഫ്ലൂഡ് വയ്ക്കുന്നത്. എഞ്ചിൻ ഇവിടെയല്ലേ? അതൊക്കെ എടുത്ത് കളഞ്ഞാലോ? ഒന്നുമില്ലേ? എന്നാ സൈലന്റ് ആണ് ഈ മാരുതിയുടെ എഞ്ചിൻ. ഒട്ടുമില്ല, ഭയങ്കര ചൂടാ. സൈലന്റാ. ഇവരാരും വിളിച്ചു വെച്ചേ. ചൂട് എവിടെ വയ്ക്കുന്നത്? അവിടെ തുറന്ന്. എവിടെയാ? അവിടെ. ഇവിടെയാ? ഇപ്പുറം വാ. ഇവനെ ഇപ്പുറം വാ. അത് നോക്കണേ. ആ സാധനം ആ മണ്ടേ കൊണ്ടിട്ടാരട്ടെ. ഇവിടെ ഇരണ്ട. ഒട്ടും ബ്രേക്കില്ല ഇവനെ. കിട്ടുന്നേ ഇല്ല. ഫ്ലൂഡ് കുറവാ. കീറല്ലേ അവരമ്മ കീറല്ലേ? 5000 രൂപ കൊടുത്താ നമ്മളന്ന് മേടിച്ചത്. 5000 അല്ല, 7000 8000 രൂപ എങ്ങാണ്ട് അത്ര ആയി. മേലെ വെച്ചേക്കണ്ട, അത് നല്ല. എവിടെയാണ് ഫ്ലൂഡ് വയ്ക്കുന്നത്? ശരി, ബ്രേക്ക് ഓയിൽ എവിടെയാണോ? ഓ ഗൈസ്, ഫൈനലി അങ്ങനെ ഈ സാധനം അതായിരുന്നല്ലേ, മറന്നു പോയി. ബസ്സിൽ നീ എടുത്തിട്ട് വന്ന്. ഓയിലുണ്ട് ബസ്സിലെവിടെയാണ്? ഓക്കെ, ഒരു വെടിക്കുള്ള എല്ലാ സാധനം ഞങ്ങൾ ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ സൂക്ഷിച്ച് വെക്കും അല്ലേ. സ്പാനറുണ്ട്, ഓയിലുണ്ട്,
അത് പവർ സ്റ്റിയറിംഗ് ഓയിലാ, പിന്നെ എഞ്ചിൻ ഓയിലേ ഉള്ളൂ. ബ്രേക്ക് ഓയിൽ അതിലുണ്ടെന്ന് സംശയമുണ്ട്, ഒരു മഞ്ഞ സഫാരിയിൽ. നോക്കിക്കടി ഗൈസ് നോക്കൂ, ഫൈനലി നമ്മുടെ ലക്ഷ്യം പണി പാളി. നമ്മളപ്പം ഞങ്ങളെ സഹായിയെ മാറ്റി കേട്ടോ. അഭിരാമി ഞങ്ങളുടെ സഹായി ഡ്രൈവർ. ഗൈസ് അതായത് ഞങ്ങളെ വണ്ടിയുടെ മറ്റേ ഇത് ബ്രേക്ക് ഓയിൽ മേടിക്കാണ്ട് പോവാണ്. ഇവിടെ തൊട്ടടുത്ത് ചരളി കിട്ടും. അപ്പൊ പമ്പിൽ പോയി സാധനം മേടിച്ചിട്ട് അത് ഒഴിച്ചിട്ട് പോയാലും പണി പാളും. ബ്രേക്ക് കിട്ടിയില്ല, പണി പാളും. ബ്രേക്ക് കാരണം 2021 22 അതെ വീട് പണി എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഓടി വന്നു 21 22 കാലഘട്ടത്തിലും കാണുവാ. അന്ന് കയറ്റിട്ടോ, പിന്നെ അനക്കിയിട്ടില്ല. അപ്പം നമുക്കത് ചെയ്യാം. അതിന് ശേഷം നമുക്ക് വണ്ടി കൊണ്ട് വെക്കാം. കാരണം ഇന്ന് പൂജ വെപ്പായതുകൊണ്ട് ഇന്ന് ഉച്ച കഴിഞ്ഞ് പണിയൊന്നുമില്ല. അതുകൊണ്ട് വണ്ടി അവിടെ വെക്കാനേ പറ്റത്തുള്ളൂ. അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇവിടെ നേരെ ഞങ്ങൾ ഇതുകൊണ്ടോ ഈ വശത്തോട്ടാണ് പോകുന്നത്. രാവിലെ മുതലുള്ള മഴയാണ്. ഇതുവരെ മഴയും കാര്യങ്ങളൊന്നും അങ്ങനെ കുറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പം മാത്രമേ കുറഞ്ഞിട്ടുള്ളൂ. അതായത് പെട്ടെന്ന് വെയിലും പിന്നെ പെട്ടെന്ന് മഴയും അല്ലേടാ ലിബിനെ? അതെ, ഈ മഴയത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത്. പനി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പെട്ടെന്ന് ഓടിപ്പിടിക്കുന്ന കാലാവസ്ഥയാണ്. യെസ്, അങ്ങനെ അടുത്തുള്ള പെട്രോൾ പമ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ പമ്പാണ്. ഇവിടെ ഇല്ലെങ്കിൽ വള്ളിത്തോട് പോകേണ്ടി വരും, അല്ലെങ്കിൽ ഇരട്ടി പോകേണ്ടി വരും. ഗൈസ് നോക്കൂ, നിർത്തിക്കാൻ ഇവിടെ ചോദിച്ചു നോക്കട്ടെ. ഇവിടെ അന്ന് വന്നപ്പോൾ എന്തൊക്കെ സാധനം എനിക്ക് ചോദിച്ചു കിട്ടിയായിരുന്നു, പിന്നെ ഒന്നും കിട്ടിയില്ല. വാൾട്ടറും വിൽപ്പന തുടങ്ങി. അത് വിവറ കമ്പനിയിലേക്കായിരിക്കും. നമ്മൾ ഓരോ സാധനം പോയി മേടിക്കട്ടെ, പോയിട്ട് ചോദിക്കടാ. ഗൈസ് ഫൈനലി നമുക്കേ സാധനം കിട്ടി കേട്ടോ. അപ്പോൾ ലിബി സാധനം മേടിക്കാണ്. ഇപ്പോൾ .3 ആണ് ഇതിൻ്റെ ബ്രേക്ക് ഓയിൽ. അല്ല ഞങ്ങൾ പെട്ടുപോനെ, ഏതാണെന്ന് അറിയില്ലാതെ. 2 വേണമെന്ന് പറഞ്ഞു അല്ലേടി? ലിബി മേടിച്ചോണ്ടിരിക്കുക കേട്ടോ. അല്ല കാണിക്കാ കറങ്ങി ഒന്നിനുണ്ടാ കുഞ്ഞു പിള്ളേരൊക്കെ കളിപ്പാട്ട കടയിൽ നോക്കിയിരിക്കുന്നല്ലേ ഓയിൽ നോക്കിക്കുക. ഗൈസ് ആകെ ഉണ്ടല്ലോ കാണിച്ചാടാ ലിബി, സമൂസ പോലെ ഇരിക്കുന്നത്. ഇത്രേ ഉള്ളൂ, ചെറിയ സാധനം. ഉണ്ടക്കട അത്ര പോലും ഇല്ല, അത്രേ ഉള്ളൂ. വളരെ കുറവായിപ്പോയല്ലോ. നമുക്കിനി നേരെ ഇതും കൊണ്ട് വീട്ടിൽ ചെല്ലണം. വീട്ടിൽ ചെന്നിട്ട് നേരെ എന്ത് ചെയ്യണം, അത് ഒഴിക്കണം, ബ്രേക്ക് പമ്പ് ചെയ്യാനായിട്ട് ബസ് മാറ്റണം. ഗ്രീനറി വളരെ മനോഹരമായി. അതല്ലടാ, ഇതെന്ന് വെച്ചാൽ മലയോര പ്രദേശമാണ്, ഭയങ്കര സമാധാനപ്രിയമായിട്ട്. അതെ, പ്രത്യേക ഫീലിംഗാ ഇതിലിങ്ങനെ വണ്ടി ഓടിച്ചു പോകാൻ വേണ്ടി. പ്രത്യേകിച്ച് എല്ലാ സ്ഥലവും അല്ലേ. ഓരോ വീടുകളുടെ ഫ്രണ്ടൊക്കെ വെക്കി ഇങ്ങനെ വാഴയും ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിലൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ പള്ളിപണിയല്ലേ, ഇവിടെ ചരൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് പള്ളിപണിയാണ് കേട്ടോ, പുതിയ പള്ളിപണിയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത്. നമ്മളെ ഓമിനി ഇറക്കുന്നുണ്ട്, സഫാരി കയറ്റുന്നില്ല കേട്ടോ. സ്റ്റാർട്ടിങ്ങിൽ തന്നെയാണോ? ഭാഗ്യം. അതെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം, ബസ് ഒതുക്കി വെക്കണം. ഇത് മേക്രോ എന്ന് പറഞ്ഞിരിക്കുന്നത്. കഴിച്ച് ഇവിടെ 2 പേര് തമ്മിൽ പ്രണയത്തിലാണ്. എന്തിയാ നിന്റെ കൂട്ടുകാരി, നിന്റെ ഗേൾഫ്രണ്ട് എന്തിയാടാ? എടാ, നിന്റെ ഗേൾഫ്രണ്ട് എന്തിയേ? പോയി, അതിനെ കാണാനില്ല. കഴിച്ച് ഇത് പമ്പ് ചെയ്ത് വേണം എടുക്കാൻ വേണ്ടി. ഇതിപ്പോൾ ആകെ പണിയായി. സീറ്റ് ഞാൻ അറിയാതെ പൊക്കുകയും ചെയ്ത് ഇപ്പം താത്താനും പറ്റുന്നില്ല. ആകെ പോയിട്ട് അതിൻ്റെ അടി കിടന്ന് നടക്കുന്നുണ്ട്. ഇത് ഒഴിക്കട്ടെ. ഗൈസ് അതായത് ഈ കാണുന്നതിൽ ഒരു തുള്ളിയില്ലേ, അപ്പം എന്തായാലും ഇത് ഒഴിച്ചേ പറ്റത്തുള്ളൂ. ഒരാൾ ഒഴിക്കണം, ഒരാൾ പമ്പ് ചെയ്യണം. അങ്ങനെയല്ല കണക്ക്. ആര് പറഞ്ഞു? അങ്ങനെയല്ല, അതിനകത്ത് ഒഴിച്ചിട്ട് പമ്പ് ചെയ്താൽ മതി. എന്നോട് അങ്ങനെ ഇപ്പം പറഞ്ഞേ. പമ്പ് ചെയ്താൽ മതി, ആദ്യം ഒഴിക്കണം. ഇത് ഒഴിച്ചിട്ട് പമ്പ് ചെയ്യുന്നതനുസരിച്ച് ഇതിങ്ങനെ ഒഴിച്ചു. ഒരു തുള്ളിയില്ല, പമ്പായി ലോഡായി വരണം. ഇതുണ്ടോ? മതിയായിരുന്നല്ലേ? അതായത് ഇത് കണ്ടോ, നമ്മൾ എന്തെങ്കിലും സാധനം നിറഞ്ഞു വയ്ക്കുന്നതിന് നമ്മൾ ഇതേപോലെ റിട്ടേൺ വലിക്കുന്നത് കാണിച്ചാൽ ഇത് കണ്ടോ, ഇതിങ്ങനെ ഞെക്കുക, ഇതിങ്ങനെ ഞെക്കുക, കയറിപ്പോവും. അന്ന് ആ ഫ്രണ്ടിന്റെ അടപ്പൊക്കെ കളയണേ, അടപ്പം കളാം. കഴിഞ്ഞില്ലേ? ഇതൊന്നും കളയാം, അല്ലാതെ വേറെ വകുപ്പില്ലേ? അല്ല കാലയിലാവേ അല്ലേ? അടപ്പം കളയത്തില്ലായിരുന്നു ഫ്രണ്ടിന്റെ. ആ ഫ്രണ്ടിന്റെ അടപ്പം കളയുന്നേ. അയ്യോ, ഫൈനലി നമ്മുടെ വണ്ടി റെഡി ആയി നോക്കൂ. അതായത് ഞങ്ങളെ ചെറുക്കൻ റെഡി ആയിരിക്കുകയാണ്. ഇനി ബസ് നേരെ ഇങ്ങോട്ടാക്കുന്നു. നമ്മൾ നേരെ ജെയിംസാൻ എടുത്തുകൊണ്ട് എത്തിക്കുന്നു. അതാണ് നമ്മുടെ പരിപാടി. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ബസ് സ്റ്റാർട്ടാക്കണം. ബസ്സിൻ്റെ ഈ സാധനം വെച്ച് തിരിക്കാം. ഒറ്റയടിക്ക് ചാട്ടായി.
പുലിക്കുട്ടിയാ അങ്ങനെ എടുക്കാം. തിരിച്ചടി നേരെ ഇപ്പുറത്തോട്ട് കയറ്റി ഇട്ട് കഴിഞ്ഞാൽ സാധനം റെഡിയാകും കേട്ടോ. നേരെ ഇങ്ങോട്ട് കയറ്റിട്ടോ. നേരെ ഓടിച്ചാൽ വേക്കുമൂന്ന് ഇപ്പുറത്തോട്ടാണ്. ഒന്നുകൂടെ ഇടേ. വരട്ടെ. പോവില്ല വണ്ടി കേട്ടോടാ. ഇല്ല പോട്ടെ കൂടിപ്പോയിച്ചല്ലേ ചവിട്ടി വേണം പിടിക്കാൻ. ഗൈസ് നോക്കൂ, ഞങ്ങൾ എത്ര നാള് കൂടിയാന്നറിയാമോ ഞങ്ങളുടെ ഓമയിൽ ഞങ്ങൾ രണ്ടുപേരും വന്നത്. കാരണം ഞങ്ങൾ ഈ ബസ്സും അതും ഇതൊക്കെ ഓടിച്ചിട്ടേ ഇതിൻ്റെ അത് വളരെ ചെറുതായിട്ട് വന്നു. കളിപ്പാട്ട് ഓടിപ്പിക്കുന്നല്ലേ ഗൈസ് വളരെ ചെറിയൊരു ഇത്. കാരണം ഈ ബസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും സാധനമൊക്കെ ആണല്ലോ ഇപ്പോൾ ഓടിക്കുന്നത്. അല്ല എത്ര ആവുന്നതേ ഗൈസ് ഞങ്ങൾ സാധനമൊക്കെ ഓടിച്ചിട്ടേ ഇത് ഭയങ്കര ചെറുതായിട്ട് ഓടിക്കാൻ തോന്നുന്നു. എത്ര ചൈന വരെ ഓടിച്ചു ഓമിനിയാണ്. ചൈന വരെ ഇന്ത്യയിൽ ആരും ഓടിച്ചിട്ടുണ്ടാവില്ല. ചൈനയുടെ ബോർഡർ വരെ ഓടിച്ച് നമ്മൾ കയറ്റി. അല്ല ഒരു 2 മീറ്റർ ഉള്ളൂ. 2 മീറ്റർ, അതായത് ഒരു ബോർഡറിന്റെ അപ്പുറം. അത് നേപ്പാൾ വഴി. അന്ന് നമ്മുടെ ഈ വണ്ടി നമുക്ക് അന്ന് നമ്മുടെ മറ്റേ വണ്ടി ഉള്ളിലായത് TT നെപ്പോളിയൻ. അന്ന് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഈ ചൈന വഴി പോകുമെന്ന്. അത് ഞങ്ങൾ സാധിച്ചു കാണിച്ചു കൊടുത്തു. 2021 ഞങ്ങളത് ഈ യാത്ര എടുത്തു. അതിന് ശേഷം യാത്ര നടത്തില്ല. ഇതൊന്ന് റിനോവേറ്റ് ചെയ്ത് സെറ്റപ്പ് ആക്കി വെക്കണം. അപ്പം അതിന് വേണ്ടിയാണ് പറഞ്ഞത്. ഇതുണ്ട് ഫ്രണ്ടിലെ ഗ്ലാസ് ഒക്കെ മൊത്തം അലമ്പായിട്ട് കിടക്കുവാണ്. അപ്പം ഇതുണ്ട് ഇതുണ്ട് ഇവിടെ കണ്ടോ ഇതെല്ലാം മാറ്റണം അല്ലേ. ഇതുണ്ടോ ഇങ്ങോട്ട് നോക്കി ഇവിടെ എല്ലാം പാച്ച് കയറി അങ്ങനെ മൊത്തം നശിച്ചു. എന്തായാലും 10-20-25 ഉറക്കം ഉണ്ടാവും പ്രതീക്ഷിക്കുന്നു. അറിയത്തില്ല എങ്ങനെയാണെന്ന് അറിയില്ല. ഇവിടുന്ന് നമുക്കൊരു 6-7 കിലോമീറ്റർ ഓടിക്കാണ്ട് കേട്ടോ. അപ്പം ബ്രേക്ക് ഓവർ ഇല്ലാത്തതുകൊണ്ട് വലിയ കാലൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. അപ്പം വലിയ കാല് കൊടുക്കാതെ ഒരു മയത്തിൽ വേണം ഓടിക്കാനും. അല്ലടാ പിന്നെ ഗൈസ് നോക്ക്, അതായത് ഇതിൽ ചെയ്ത യാത്രകൾ എന്ന് പറഞ്ഞാണല്ലോ ഇന്ന് ഞങ്ങൾക്ക് ഒരു ക്യൂരിയോസിറ്റി ചേർന്ന യാത്രകളാണ്. അതായത് അന്ന് ആദ്യമായിട്ട് പോവുക തെക്ക് വടക്ക് പോകാൻ അറിയത്തില്ല. ഇതിൻ്റെ അകത്താണ് ഏറ്റവും കുറവ് ഞങ്ങൾ പോലീസ് പിടിച്ചിരിക്കുന്നതും ഒഴിവാക്കിയിരിക്കുന്നത്. ഫൈൻ കിട്ടിയിട്ടില്ലെന്നാ എനിക്ക് തോന്നുന്നത്. ഇതിന് ഇന്നേറെ ഫൈൻ കിട്ടിയിട്ടില്ല. അപ്പൊ ഇതുണ്ടോ നമുക്ക് നേരെ വർക്ക്ഷോപ്പിലേക്ക് പോകാം. അപ്പൊ അഭിരാമിയും മമ്മിയും പുറകെ വരുന്നുണ്ട്. കാരണം ഇതിൽ ഇത് വഴിക്കായി പോകുമോ അല്ല എന്തെങ്കിലും ആയി പോയി കഴിഞ്ഞാൽ ജമ്പ് ചെയ്യാനും പിന്നെ ഇതിന്റെ ടയറൊക്കെ ഇതാണ് എയർ കുറവാണ്. അപ്പോൾ അതൊക്കെ ചെയ്യാൻ വേണ്ടി. പിന്നെ അതുകൂടാതെ കൊച്ചുള്ളത് അവിടെ സ്കൂളിലാണ്. അപ്പോൾ കൊച്ചിനെയും പോയി കൂട്ടണം. അങ്ങനെയുള്ള കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ല കൊച്ചിനെ നമ്മൾ ഇത്രയും ദിവസം ഇത്രയും അധികം ടൈമിൽ ആദ്യമായിട്ടോ വിടുന്നത് അല്ലേ. രാവിലെ വിട്ടാ 3:30 ആകുമ്പോൾ കൂട്ടാൻ വേണ്ടി പോകണം. പിന്നെ വീട്ടിൽ ഭയങ്കര ഇതായിരുന്നു, ഭയങ്കര എല്ലാം വിഷമമായിരുന്നു. കാരണം കൊച്ച് പിന്നെ എന്താ പറയാ രാവിലെ തൊട്ട് എന്തെങ്കിലും അലമ്പും പിടിച്ചിട്ട് കാറിക്കൊണ്ട് അവിടെ നടന്നല്ലേ പെട്ടെന്ന് വീട് സൈലന്റ് ആയിപ്പോയി. യെസ് ഗൈസ് നോക്കി ഇനി നമ്മൾ ഈ പ്രാവശ്യം ഗ്യാരണ്ടിയാണ്, ട്രിപ്പ് ഗ്യാരണ്ടിയാണ്. നമ്മുടെ വീട്ടിലുള്ള യാത്രയായിരിക്കും. അതെ ഫൈനലി ഞങ്ങൾ ഹൈവേയിലെത്തി. എന്താ സുഖം ഈ സംഭവം ഓടിക്കാൻ വേണ്ടി. ഒരു പ്രത്യേക ഫീലിംഗ് ആണ്. ഇതിനകത്ത് AC കൂടി ഉണ്ടല്ലേ. വേറെ എല്ലാ വണ്ടിയും തോറ്റു പോകും കേട്ടോ. അല്ല പോസിബിൾ അല്ല. ഞങ്ങൾ ഇതിനകത്ത് AC കയറ്റി അയച്ചു കളഞ്ഞ പോസിബിൾ അല്ല. കത്തി പോകും അല്ലേ. AC ഇതിനകത്ത് ഒരിക്കലും പറ്റില്ല. കാരണം ഇത് ഒന്നാമത് 800 cc ചെറിയ എഞ്ചിൻ അല്ല. ഇതിനകത്ത് AC എടുക്കാനുള്ള സംഭവം എത്ര നാൾ നിങ്ങൾ ആലോചിക്കണം. എത്ര നാൾ ഇത് വെറുതെ നടന്നറിയോ. ആ ടെമ്പർ കൊണ്ട് സ്റ്റാർട്ട് ചെയ്തു, പടയേന്ന് സ്റ്റാർട്ട് ആയത് 10-15 കിലോമീറ്റർ കിടന്നു ഒരു കുഴപ്പമില്ല. പ്രത്യേകത ചെയ്താ ഒരു സ്പാൻഡർ ഉണ്ട്. ഏത് വണ്ടി എവിടെ വെച്ച് അടിച്ചിട്ട് കയറി പോകാൻ പറ്റും അല്ലേ. ഏറ്റവും കൂടുതൽ ഞങ്ങള് പല സ്ഥലത്ത് പോയതും പിന്നെ അതേപോലെ തന്നെ എന്താ പറയാ ഏത് സ്ഥലത്തും നമ്മൾ ഊരി വന്നതും ഒക്കെ ഈ വണ്ടി. കാരണം ഇതിന്റെ പാർട്സ് എവിടെ വേണമല്ലോ അവൈലബിൾ. അതാണ് അതിന്റെ പ്രത്യേകത. എവിടെ ഈ നമ്മുടെ ഓമിനിക്ക് മാത്രം ഇച്ചിരി പവർ കുറവുള്ളൂ. വേറെ ഏത് ഹിൽസ് ഏരിയ ചെന്നാലും ഓമിനി ഉണ്ട് അവിടെ. ഫൈനലി ഞങ്ങളുടെ സ്ഥിരം വർക്ക്ഷോപ്പിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ ഞങ്ങളുടെ വണ്ടിയുടെ പണികൾ പറഞ്ഞ് പറയാം. ഇതൊന്ന് ഇത് കളയണം, ഇത് കളയണം, വേണം കളഞ്ഞോ. ഇതിൽ നിന്ന് ഊരി വെച്ചോ. ഞാൻ തന്നാൽ മതി. ഇത് ഊറ്റിയിട്ടാണ് ഇതൊന്നും വേണം. പിന്നെ ബാക്കി വേറെ ഗൈസ് നോക്കൂ. ഫൈനലി ഞങ്ങളുടെ ഓമിനെ അവിടെ കൊടുത്തു, ഏൽപ്പിച്ചു. ഇനിയിപ്പോൾ ഉണ്ടല്ലോ ഇതേ
അഭിരാമി വണ്ടി കൊണ്ട് വന്നു. ഞങ്ങൾ നേരെ മൈക്കിളിനെ കൂട്ടാൻ വേണ്ടി പോവാണ്. മൈക്കിൾ കുട്ടി എണീറ്റോ വല്ല അറിയാവോ? ആണോ? യെസ്. ഓ എന്റെ അമ്മോ, ഇത്ര നേരം ഒരു ഓവന് പഠിച്ചിട്ട് പെട്ടെന്ന് കയറിപ്പോണ്ടല്ലോ. ഒരു എന്തോ ഒരു പ്രത്യേക ഫീലിങ്. പക്ഷെ നമ്മൾ എപ്പോഴും ഒരു ക്രേസ് അല്ല, ഒരു പ്രത്യേകമായിട്ട് ഒരു 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 എന്താ പറയാ, കാലാവസ്ഥ അറിഞ്ഞ് അല്ലെ പഞ്ചറിഞ്ഞ് ആ ഒരു ടറേൻ അറിഞ്ഞ് യാത്ര ചെയ്യണം. അത് ഓമിന് തന്നെയാണ്. പക്ഷെ ആ ഓമിനിയുടെ ഫീല് എന്തോടിച്ചാലും കിട്ടത്തില്ല. അതിപ്പോ എനിക്ക് കൊണ്ട് ജീവാഹം കൊണ്ട് തന്നാലും ഞാൻ ജീവാഹം വരെ ഓടിച്ചിട്ടുണ്ട്. പക്ഷെ ആ ഓമിനി അത് പവർ കൊണ്ടോ അല്ല അതിന്റെ ലക്ഷറി കൊണ്ടോ അല്ല അതിന്റെ സെറ്റപ്പ് അതെ അതെ ഏത് ബസ് ഓടിച്ചാൽ പോലും ആ സുഖം കിട്ടത്തില്ല കേട്ടോ. പറഞ്ഞപ്പോഴത് സുഖം ട്രാവൽസ് പോയി, സുഖം പോയി. ഓ ഗൈസ്, ഒക്കെ നമ്മൾ ഫൈനലി നമ്മൾ ഇരട്ടിക്ക് പോവാണ് സുഹൃത്തുക്കളെ. നമ്മുടെ കൊച്ചിനെ കൂട്ടാൻ വേണ്ടി പോവാണ്. അപ്പൊ അവന് ഇന്ന് നമുക്ക് പോയി കൂട്ടണം. ഇന്നലെ അഭിരാമിയാണ് കൂട്ടി. ഇന്നലെ ഞങ്ങൾ കൊണ്ടയാക്കി. ഇന്ന് ഭയങ്കര പാടായിരുന്നു ആശാന് പിന്നെ പ്ലേ സ്കൂളിൽ പോവാൻ വേണ്ടി. ബട്ട് നിക്കറ് പോലെ ഇടാതെ കൊണ്ടാക്കി. അതെ, ലിബി കൊച്ചിനെ കൂട്ടാൻ പോയിട്ടോ. ഞാനും ഇറങ്ങട്ടെ, നമ്മളെ പറഞ്ഞുതരാം. നീ കയറ്റി വെച്ചോ. അവനറ്റ സൂപ്പർ. എന്റെ അമ്മ പുത്രനെ കൂട്ടട്ടെ. എടി അഭിരാമി ഫ്രണ്ടിലേക്ക് വെക്കുക. കൈസ് ഇതേ പുത്രൻ ഇതാ വരുന്നു. പുത്രന് ബാഗൊന്നും ഇല്ലേ? ഉറക്കമായിരുന്നോ? ഉറങ്ങുമായിരുന്നോ ആശാൻ? എന്നാ പറ്റിയാവോ? ആകെ ഒരു പിണക്കം. ബാഗോ ഒരു കണ്ണൂർത്തേക്ക് ആരാ എന്തോ പരിചയമുണ്ട് ചാടി കയറി. വാ, അയ്യോ നമുക്ക് പോയേക്കാടാ.